ഈ ഒരു വീഡിയോ മുമ്പ് വൈറലായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ വിട്ടുപോയി, പറയാൻ പറ്റിയില്ല. ഇദ്ദേഹം പറയുന്നത് ഡീസലിനും പെട്രോളിനും വില കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ്. അത് വണ്ടി മേടിക്കാൻ പറ്റാത്ത ആൾക്കാർ സൈക്കിളിൽ പോകട്ടെ എന്നാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാം, കാണാം. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷനുണ്ട്. സാധാരണക്കാരെ ബാധിക്കില്ലേ? എനിക്ക് ബാധിക്കില്ല. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകണ്ട, സൈക്കിളിൽ പോകണം. പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷനുണ്ട്. ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. 2.5 ലക്ഷം രൂപ പെൻഷൻ കിട്ടണമെങ്കിൽ ഏകദേശം 5 ലക്ഷം രൂപ സാലറി ഉള്ള ആളായിരിക്കണം. ഇന്ത്യയിൽ 5 ലക്ഷം രൂപ സാലറി കിട്ടുന്നത് ആർക്കൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റിന് 5 ലക്ഷം രൂപ കിട്ടും. വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അതായത് നമ്മുടെ ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റിന് 4 ലക്ഷം രൂപയാണ് കിട്ടിയത്. അപ്പൊ ഇദ്ദേഹം പ്രസിഡന്റായി നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പോട്ടെ, 4 ലക്ഷം ഉള്ളൂ. വൈസ് പ്രസിഡന്റായി ഇദ്ദേഹത്തെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് 2.5 ലക്ഷം രൂപ മാസം പെൻഷൻ കിട്ടുന്നത്? അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസോ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനോ ആയിരിക്കും ഇത്രയും വലിയൊരു എമൗണ്ട് സാലറി ആയിട്ട് കിട്ടുന്നത്. ഇദ്ദേഹത്തെ നമ്മൾ ഈ ഒരു പോസ്റ്റിലൊന്നും എങ്ങും കണ്ടിട്ടില്ല. അതല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതും ഇല്ല ഞാൻ ഇന്ന പോസ്റ്റിൽ ഇരുന്ന് വിരമിച്ച ആളാണെന്ന്. അപ്പോ ഇദ്ദേഹത്തിന് എങ്ങനെയായിരിക്കും 2.5 ലക്ഷം രൂപ മാസം പെൻഷൻ കിട്ടുന്നത്? 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ടെന്ന് മാസത്തെയാണോ വർഷത്തെയാണോ എന്ന് അറിയത്തില്ല, അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. 2.5 ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും ഇട്ടിരിക്കുന്ന FDയുടെ പലിശയായിരിക്കും ഈ 2.5 ലക്ഷം രൂപ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇന്നത്തെ കാലത്ത് ഒരു 5 കോടി രൂപയെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടാൽ മാത്രമേ 2.5 ലക്ഷം രൂപ മാസം പെൻഷനായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഏത് പോസ്റ്റിലുള്ള ആളായിരിക്കണം? അല്ലെങ്കിൽ നന്നായിട്ട് FD ഇട്ടിരിക്കുന്ന ആളായിരിക്കണം, അല്ലേ? പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷനുണ്ട്. സാധാരണക്കാരെ ബാധിക്കില്ലേ? എനിക്ക് ബാധിക്കില്ല. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകണ്ട, സൈക്കിളിൽ പോകണം. അപ്പൊ ഈ പെട്രോളിന്റെ പോകാൻ യോഗ്യത ഉള്ളവൻ എന്നെ പോലെ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ വേറെ കാര്യമില്ലേ, പെട്രോളിന്റെ വില കൂടി എന്ന് പറഞ്ഞാൽ അത് സാധാരണ വില കൂട്ടില്ലേ? ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്ട് എനിത്തിങ്. സാധാരണ വില കൂട്ടി ഇല്ല, എല്ലാം കൂടാതിരിക്കാൻ ഒക്കില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ സാധാരണക്കാരുടെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ അയാൾക്ക് അറിയില്ല. അദ്ദേഹം പറയുന്നു പൈസ ഇല്ലാത്ത, കാർ മേടിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർ സൈക്കിളിലോ റിക്ഷയിലോ പോകട്ടെ എന്ന്. സാധാരണക്കാരായിട്ടുള്ള ഒരാള് സൈക്കിളിലോ റിക്ഷയിലോ എങ്ങനെയാണ് പോകേണ്ടതെന്ന് തീരുമാനിക്കാൻ ഇദ്ദേഹം ആരാണ്?